ചെയ്ത പിഴയാലേ വന്നതും ഖേദനാശവും രക്ഷയുണ്ടായതും ശിക്ഷയാം വണ്ണം ചൊല്ലുന്നു സത്വരം സൂക്ഷ്മമാം കഥ കേൾക്കേണമേവരും എല്ലാം മംഗളകാരണ ദൈവമേ നല്ല ചിന്തകളുദിപ്പിക്കണമേ. നിങ്ങൾ ആ പാട്ട് കേട്ടില്ലേ? അതാണ് പുത്തൻ പാന. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെയൊക്കെ തൊട്ടുണർത്തുന്ന പോലെ ഇരുന്നല്ലേ. ഈ പുത്തൻ പാന മലയാള സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ്, അദ്ദേഹം ഒരു വലിയ മഹാകവിയാണ്, നിഘണ്ടു നിർമ്മാതാവാണ്. അർണോസ് പാതിരി തൻ്റെ ജീവിതകാലം മുഴുവൻ ഏകദേശം അദ്ദേഹത്തിന്റെ വലിയൊരു ഭൂരിഭാഗം നാളുകൾ ചെലവഴിച്ച തൃശ്ശൂർ ജില്ലയിലെ വേലൂരിലാണ് ഇന്ന് ഹെറിറ്റേജ് ബൈറ്റ്സ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം നമ്മുടെ മലയാള സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും അദ്ദേഹം താമസിച്ച വീട്, അദ്ദേഹം നിർമ്മിച്ച പള്ളിയും ഒക്കെയാണ് ഇന്ന് ഹെറിറ്റേജ് ബൈറ്റ്സിലെ കാഴ്ചകൾ. നമുക്കത് കാണാം. നിർമ്മലതോ കങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. ജന്മം കൊണ്ട് ജർമ്മൻകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തനി മലയാളിയായി തീർന്ന ഒരു മഹാത്മാവിനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നതും പറയുകയും ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ 1681 അദ്ദേഹം ജനിച്ചത്. ജർമ്മനിയിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓസ്റ്റർ കാപ്ലിൻ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. തുടർന്ന് അവിടെ നിന്ന് 13 കിലോമീറ്റർ മാറിയുള്ള കാരോളിനം സ്കൂള്, അതൊരു ജെസ്വിറ്റ് സ്കൂളിലാണ്. അവിടെയാണ് അദ്ദേഹം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം നടത്തിയത്. അവിടെ നിന്ന് ഇപ്പോഴത്തെ ഗ്രാജുവേറ്റ്സ് അല്ലെ BA ഓണേഴ്സ് പഠിച്ച് ഇരുന്ന സമയത്താണ് ഒരു മിഷണറി ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് ജർമ്മൻകാരനായ 2 വൈദികരവിടെ എത്തി. വില്യം മേയറും അതോടൊപ്പം തന്നെ വില്യം വെബ്ബറും. അവരുടെ പ്രേരണയാലാണ് ഈ ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ സ്വപ്നം കണ്ടിരുന്ന ഈ യുവാവ്, പ്രത്യേകിച്ച് അന്നത്തെ കേരള മലബാർ മിഷൻ എന്നാണ് പറഞ്ഞുകൊണ്ട് മലബാറിലേക്ക് പോകാനുള്ള ആഗ്രഹത്താൽ സ്വന്തം വീടും കൂടും വീട്ടുകാരും നാട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് 19-ാം വയസ്സിലെത്തി. അച്ഛാ ഒന്ന് ചോദിച്ചോട്ടെ, ഈ അർണോസ് പാതിരി അദ്ദേഹത്തിന് ശരിക്കുള്ള പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ജോൺ ഏണസ്റ്റ് ഹാൻസ്ലെയ്ഡ് എന്നാണ്. ഈ ഏണസ്റ്റ് ആണ് നമ്മുടെ മലയാളികൾ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂടിയിട്ട് അർണോസാക്കി. അങ്ങനെ. അത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവർ ഈ ഇഗ്നേഷ്യസിനെ ഈനാശു എന്നാക്കും, ഫ്രാൻസിസിനെ പൊറിഞ്ചു എന്നാക്കും. അതുപോലെ ഏണസ്റ്റ് അർണോസായിട്ട് ഒരു വിദേശിയായിട്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് മലയാള ഭാഷ പിച്ച് വെച്ച് നടക്കുന്ന കാലം, അല്ലെങ്കിൽ പ്രാചീന കവിത്രയങ്ങളായിട്ടുള്ള പൂന്താനവും ചെറുശ്ശേരിയും എഴുത്തച്ഛനുമുള്ള കാലത്ത് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് മലയാളത്തിൽ നൂതനമായ കാവ്യമാതൃകകൾ സൃഷ്ടിച്ച ആളാണ് അർണോസ് പാതിരി. ഒരു പുരുഷായുസ്സിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഈ ഒരു 30 വർഷത്തിനുള്ളിൽ, അതിൽ ഏതാണ്ട് 20 വർഷത്തോളം നമ്മൾ നിൽക്കുന്ന ഈ ഇടത്തിലാണ്. അതാണ് ഈ ഇടത്തിൻ്റെ പ്രത്യേകത, വേലൂരിൻ്റെ പ്രത്യേകത. 140ഓളം ക്രൈസ്തവ കുടുംബങ്ങൾ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. ഇത് ചെങ്ങഴി പ്രദേശം എന്നാണ് പറയുന്നത്. ചെങ്ങഴി നമ്പ്യാരുടെ പ്രവൃത്തി മേഖല. അമ്പഴക്കാടാണ് വൈദിക പഠനം നടത്തിയെങ്കിൽ, കൊടുങ്ങല്ലൂർ അമ്പഴക്കാട് ഭാഗത്താണ് വൈദിക പഠനം നടത്തിയെങ്കിൽ അവിടുന്ന് മനസ്സിലായി എനിക്ക് ഈ സംസ്കൃതമൊക്കെ ഒന്ന് പഠിക്കണം. അത് തൃശ്ശൂർ പേരൂരിലെ തെക്കേ മടക്കാരാണ് ഇതിൻ്റെ ഗുരുഭൂതന്മാരെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഒരു ഉപവഴി ഇവിടെ വേലൂരുണ്ട്. തെക്കേ മഠത്തിൻ്റെ ഒരു കൈവഴി ഇവിടെ വേലൂരുണ്ട്, അവരുടെ മഠമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ സംസ്കൃതവും പഠിക്കാൻ സാധിക്കും, ഒപ്പം ഈ മിഷണറി സേവനം
ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കാം ഈ പ്രദേശം തിരഞ്ഞെടുത്തത്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം എന്ന് പറയാം, 13,000-ഓളം നാട്ടുപദങ്ങൾ ഈ നാട്ടിൽ നിന്ന് ശേഖരിച്ച് അദ്ദേഹം ഒരു വലിയ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. നിഘണ്ടു നിർമ്മാതാവ്. അതാണ് നിഘണ്ടു നിർമ്മാതാവ് എന്ന് പറയുന്നത്. 1970-കളിൽ റോമിലുള്ള വത്തിക്കാൻ ലൈബ്രറിയിൽ നിന്നാണ് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് പ്രൊഫസർ ഉലകന്നാൻ മാപ്പിള കണ്ടുപിടിച്ച് ഇവിടെ കേരളത്തിൽ എത്തിച്ചത്. അത് വളരെ അത്ഭുതപൂർവമായിട്ടുള്ള കാര്യം. ഇത് ത്രിഭാഷാ നിഘണ്ടുവാണ്, 3 ഭാഷകളിലാണ്. മലയാളം, പോർച്ചുഗീസ്, അദ്ദേഹം എഴുതിയത് ലത്തീന്. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇംഗ്ലീഷിൽ, ലത്തീൻ മാറ്റി ഇംഗ്ലീഷ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളായ മലയാള വ്യാകരണം. ഇവിടുത്തെ യൂറോപ്യന്മാർക്കും വിദേശികൾക്കുമൊക്കെ മലയാളം കൂടുതൽ മനസ്സിലാക്കുവാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്കൃത വ്യാകരണം എഴുതി. അങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഈ പൈതൃകത്തെ ലോകത്തിന് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഇൻഡോളജിസ്റ്റ് എന്നൊക്കെ വേണേൽ പറയാം, പയനറിങ് ഇൻഡോളജിസ്റ്റ്. അതായത് ഇന്ത്യ വിജ്ഞാനീയത്തെ, ഇന്ത്യയുടെ പൈതൃകങ്ങളെ, ഇന്ത്യയുടെ സംസ്കാരങ്ങളെ, ഇന്ത്യയുടെ ദർശനങ്ങളെ ഒരു യൂറോപ്പിന് പരിചയപ്പെടുത്തി കൊടുത്തത് മാക്സ് മുള്ളർ അല്ല, അതിനു മുമ്പേ, അതുക്കും മുമ്പേ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനൊരു പ്രശസ്തി ലഭിക്കാതെ പോയത്? അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1681 1732. 1732 കഴിഞ്ഞ് 1772 ആയപ്പോൾ അദ്ദേഹം അംഗമായിരുന്ന ഈശോ സഭയെ 40 വർഷത്തേക്ക് വേറെ ചില കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളാൽ യൂറോപ്പിൽ നിരോധിച്ചിരുന്നു. അങ്ങനെ ഈ കേരളത്തിലെ സമ്പാളൂര് പോലെയുള്ള സ്ഥലത്തെ ഈശോ സഭക്കാരും ഇവിടെ ഇല്ലാതായി. അവർക്ക് 2 ഓപ്ഷനേ ഉള്ളായിരുന്നു, ഒന്നുകിൽ മറ്റ് സഭകളിൽ ചേരുക, അല്ലെങ്കിൽ തിരിച്ചു പോവുക. അങ്ങനെ അനാഥമായ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ 40 വർഷത്തോളം അതെ, ഒരു കുടുംബം അനാഥമായി തീർന്നാൽ ആര് നോക്കും? പിന്നീട് വന്ന കർമ്മലീത്ത വൈദികരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൃതികളൊക്കെ കാണുന്നത്. അത് എടുത്ത് അവർ റോമിലേക്കൊക്കെ കൊണ്ടുപോയി. അതൊക്കെ 1785-കളിലാണ്. പൗളിനോസ് എന്ന് പറഞ്ഞൊരു പാതിരിയെ നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം ഒരു കർമ്മലീത്ത വൈദികൻ. അദ്ദേഹമാണ് ഈ ഗ്രാമാറ്റിക്ക ഗ്രന്ഥോണിക്കായുടെ കാര്യങ്ങളും മലയാള വ്യാകരണവും അതോടൊപ്പം തന്നെ ഈ നിഘണ്ടുവും കൂടാതെ 6ഓളം കാവ്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ വളരെ ജനപ്രീതി നേടിയ പുത്തൻപാന അല്ലെങ്കിൽ മിശികായുടെ പാന, അല്ലെ രക്ഷാകര കീർത്തനം. ഇത് പല പേരുകളിലാണ്. ജ്ഞാനപ്പാന അദ്ദേഹം പൂന്താനം എഴുതിയ സമയത്ത് ഒരുപക്ഷെ അതിൽ നിന്ന് ഉണ്ടായ പ്രചോദനമായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ ഈ താമസിച്ചിരുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ, ഇതൊരു താഴേക്കുള്ള പ്രദേശം, ഗ്രാമം, വയലുകളാണ്. പാടങ്ങളിലൂടെ ഇങ്ങനെ നടക്കും, ഇടവഴികളിൽ കൂടി. അപ്പോൾ അവിടെയുള്ള ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണവും മഹാഭാരതവും ജ്ഞാനപ്പാനയും എല്ലാം കീർത്തനങ്ങളായിട്ട് സന്ധ്യാനാമം ചൊല്ലുന്നത് കേട്ടു. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, എന്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ ആത്മീയ ഗ്രന്ഥമായ, ഇതിഹാസ ഗ്രന്ഥമായ ബൈബിൾ പ്രമേയങ്ങൾ എത്തിച്ചുകൂടാ? ഇതാണ് അദ്ദേഹത്തിൻ്റെ പുത്തൻപാനയുടെ സൃഷ്ടിക്കുള്ള പ്രചോദനം. അതും കാവ്യരൂപത്തിൽ. അത് ഏത് സമയത്ത്? എനിക്ക് തോന്നുന്നു ദുഃഖവെള്ളിയാഴ്ച, പെസഹവ്യാഴം, അങ്ങനെയൊക്കെ. അതായത് ഇവിടെ ഈ 140 കുടുംബങ്ങളും എല്ലാ ദിവസവും ദേവാലയം വരികില്ല. അവർ വരുന്നത് ക്രിസ്മസ് കാലം, ഈസ്റ്റർ കാലം. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ 25 നോമ്പ്, 50 നോമ്പെന്ന് പറയുന്ന കാലം. ആ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം, ഇതൊരു സുരക്ഷിത ഏരിയ ആയിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് കാട്ടുമൃഗങ്ങളുണ്ട്, മറ്റ് ശല്യങ്ങളുണ്ട്, കള്ളന്മാരുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് താമസിക്കുകയാണ്, ചിലപ്പോൾ 1 മാസം. അപ്പോൾ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഈ അർണോസ് പാതിരിയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേദപഠനങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, അതിന് പഠിക്കാനുള്ള വേദിയായിട്ടാണ് ഇദ്ദേഹം. ഇവിടെ എഴുത്തച്ഛന്മാരുടെ കേന്ദ്രമാണ് വേലൂർ. എഴുത്തച്ഛൻ ജോലി തന്നെ ചെയ്യുന്ന, കുലത്തൊഴിൽ ചെയ്യുന്ന. അപ്പോൾ അവരെ വിളിച്ചാണ് ഈ പാതിരി എഴുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എഴുത്തോലകളിലാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തോല ഇന്ന് നമ്മുടെ കേരള മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. പുത്തൻപാനയുടെ കൂതാശപ്പാന എന്നാണ് ഇത് പറയുക. തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ഈ എഴുത്തോല കണ്ടുപിടിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ
കോട്ടയം ജില്ലയിലുള്ള പുതുമന ഇല്ലത്ത് നിന്നാണ്. സർപ്പണി വൃത്തത്തിലാണ് സർപ്പണി വൃത്തം. ആദ്യ പാദങ്ങൾ എഴുതിയിരിക്കുന്നത്. ആദം ചെയ്ത പിഴയാലേ വന്നതും ഖേദനാശവും രക്ഷയുണ്ടായതും ശിക്ഷയാം വണ്ണം ചൊല്ലുന്നു സത്വരം സൂക്ഷ്മമാകത കേൾക്കേണമേവരും എല്ലാ മംഗള കാരണ ദൈവമേ നല്ല ചിന്തകളുദിപ്പിക്കണമേ. ഇത്രയും ശുദ്ധ മലയാളത്തിൽ 300 വർഷം മുമ്പ് ഒരു വിദേശി എഴുതി എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. നദോന്നത വൃത്തത്തിലാണ് അർണോസ് പാതിരി രചിച്ച ഉമ്മാടെ ദുഃഖം. അതൊരു പുത്തൻപാനിയിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു സ്വതന്ത്ര കാവ്യമാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതിന്നിപ്പോൾ അംഗീകരിച്ച് വരുന്നുണ്ട്. കാരണം വിലാപകാവ്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തതാണ്. പക്ഷെ അതുപോലെ പിയത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇമേജറി അർണോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചേതനയേറ്റ തൻ്റെ മകൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മടിയിൽ കിടത്തിക്കൊണ്ടൊരമ്മ വിലപിക്കുന്നു. അവിടെ വെറും മാതാവല്ല, വെറും തനി ശുദ്ധമായിട്ടുള്ളൊരമ്മ. അമ്മയുടെ ഉള്ളിലെ ഹൃദയ വിലാപങ്ങളാണ്. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. ഇപ്പൊ മനസ്സിലായി കാണും കേട്ടോ ഈ പാട്ട് എത്ര. ഇത് നദോന്നത വൃത്തത്തിലാണ്, അല്ലെങ്കിൽ വഞ്ചിപ്പാട്ടിന്റെ വൃത്ത ഭംഗിയാണ്. പക്ഷെ ട്യൂണ് മാറ്റി, കാരണം ഇത് വിലാപമായത്. അന്ന് ഇത് വളരെ സ്വീകാര്യമായിരുന്നു. അതുതന്നെയാണ് ഈ അർണോസിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി. എന്തിനാണ് നമ്മൾ അർണോസിനെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, അർണോസിൻ്റെ ജീവിതവും അർണോസിൻ്റെ ദർശനവും കാലാതീതമാണ്, ദേശാതീതമാണ്, സമുദായത്തിന് അതീതം. പെരുവഴിക്കാട്ട് നായർ തറവാട്ടുകാരുടെ ആയിരുന്നു ഈ ഭൂമി. ഇദ്ദേഹം ആദ്യം താമസമാക്കിയത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാട്ട് മാറി പഴയങ്ങാടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ പനമ്പ് കൊണ്ട് മറിച്ചിട്ടാണ് അദ്ദേഹം 6 മാസം കുർബാന ചൊല്ലിയത്. പെരുവഴിക്കാട്ട് നായർമാർക്ക് അന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം വലിയ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അവിടുത്തെ നായർ തറവാട്ടിലെ ആളുകൾ വന്ന് പാതിരിയോട് പ്രാർത്ഥിച്ചു. അവസാനം പാതിരി പ്രാർത്ഥിച്ച് അവർക്ക് പെൺകുട്ടികളുണ്ടായി. അതിൻ്റെ ഒരു ഉപകാര സ്മരണയായിട്ട് കൂടിയാണ് ഈ സ്ഥലം പാതിരി ദാനമായിട്ട് കൊടുത്തത്. ഈ അർണോസ് പാതിരിക്ക് ഈ ഹൈന്ദവ മതമായിട്ട് ഭയങ്കര താല്പര്യവും ബന്ധമുള്ള ആളാണ്. ഇദ്ദേഹം ഈ പള്ളി പണിയിച്ച് തന്നെ ക്ഷേത്ര മാതൃകയില്ല. ക്ഷേത്ര നടുക്ക്, ചുറ്റുമതില്, പ്രവേശന ഗോപുരങ്ങള്. ഒരു മണ്ണ് കൊണ്ടുള്ളൊരു പള്ളി പണിതിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണ് കൊണ്ടുള്ള പള്ളി പണിതത്, ഈ പള്ളി പണിതതിന് മുമ്പ് അവിടെ ആ മൂല, ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ മൂലയിൽ ആ പള്ളി ഇപ്പോഴും അവിടെയുണ്ട്. അത് പെട്ടെന്ന് ടെമ്പററി ആയിട്ട് പണ്ട് അവിടെ വീട് പണ്ട് ടെമ്പററി പണിതിട്ടാണ്. ഇത് സാവകാശം പണിയേണ്ടതാണല്ലോ, സാവകാശം. ഇത് അന്നത്തെ ആ ഇലച്ചാറുകൾ കൊണ്ട് ചെയ്തതാണ് അല്ലേ? അതെ അതെ, ചിത്രങ്ങൾ അദ്ദേഹം ഉള്ള കാലഘട്ടത്തിൽ തന്നെ 3 നൂറ്റാണ്ട് പഴക്കമുള്ള ചിത്രങ്ങളാണ്. 3 നൂറ്റാണ്ട്. അന്നത്തെ കാലത്തെ ആ വാതിലാണ്. ഒരു അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ഇതിനകത്തെ കൂട്ടു പ്രേക്ഷകര് കണ്ടാൽ മനസ്സിലാവും. ഇത് ഇങ്ങനെയാണ് അതിന്റെ പരിപാടി അല്ലേ? അതെ അതെ. കൂട്ടു വീടും ഒരു നിലയ്ക്കും ഈ കള്ളന്മാർക്ക് ഇതിനെ ഭേദിച്ച് കടക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വേണം തുറക്കാൻ. ഇങ്ങനെയാണ് അതിന്റെ കൂട്ട കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് 2 മീറ്ററാണ് ഇതിന്റെ വണ്ണം അല്ലേ? ഓ, ഭിത്തിയുടെ വണ്ണം. ഇത് പാൽക്കുമിഴ്. ഇത് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രതിമയാണ്. ഇത് സ്റ്റാച്ചു ഈ കാണുന്നത്. 40 ദിവസം രാവും പകലും ഹൈന്ദവ വിഗ്രഹങ്ങളെ എങ്ങനെ ഉണ്ടാക്കുന്ന ആ ശാസ്ത്രമനുസരിച്ച് 40 രാവും പകലും പശുവിൻ പാലിലിട്ട് സീസൺ ചെയ്തെടുത്ത പാൽക്കുമിഴ് എന്ന
മരത്തിലാണ് ഇത് കൊത്തിയെടുത്തിട്ട്. എത്ര വർഷം പഴക്കമുണ്ടാവും? അത് 3 നൂറ്റാണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ കാലത്ത്. അപ്പൊ നമ്മൾ ഈ വേലൂർ പള്ളിയുടെ ആ അങ്കണത്തിലാണ് നിൽക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ വന്നാൽ അദ്ദേഹം സ്ഥാപിച്ച പള്ളി, കിണറ് ഒക്കെ കാണാം. അതിനേക്കാൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പള്ളിയോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ടാണ് ഈ കാണുന്ന ഭവനം. അദ്ദേഹം ജീവിച്ച അർണോസ് പാതിരിയുടെ പാദസ്പർശം ഏറ്റ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായി കാണിക്കാവുന്ന ഒരു സ്മാരകമാണ് അർണോസിന്റെ ഈ ഭവനം. ഇതിപ്പം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ്. അതിന്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വളരെ പുനരുദ്ധാരണ പരിപാടി കുറച്ചൊക്കെ ഇതായിട്ട് കിടക്കുകയായിരുന്നു അല്ലേ? അതെ, കുറച്ചെല്ലാം ചെതല് പിടിച്ച് ഇത് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അർണോസ് പാതിരി അക്കാദമിയുടെ ഒരു പ്രവർത്തനം നമ്മുടെ കോളേജുകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റു പഠനങ്ങളും, അത് സാഹിത്യം, ശാസ്ത്രം, കല, പാരമ്പര്യം, ഇങ്ങനെ ഹെറിറ്റേജ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കോളേജുകളിലും 20ഓളം ഗവൺമെൻറ് പ്രൈവറ്റ് കോളേജുകളിൽ നമുക്ക് അർണോസ് പാതിരി ചെയർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവർക്ക് 4 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഗവേഷണം ശക്തിപ്പെടുത്തുക, അവർക്കിവിടെ റെഫറൻസിന് വേണ്ടിയിട്ട് വരാനും മറ്റ് എക്സ്പോഷർ നടത്താനൊക്കെയുള്ള സൗകര്യങ്ങൾ. മൂന്നാമത്തത്, അവരുടെ രചനകൾ പ്രകാശിപ്പിക്കാനും പ്രസിദ്ധീകരിക്കാനുള്ള ഇടം. നാലാമത്തത്, അവർക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത്. അതിന്റെ തെളിവ് നമുക്ക് ഇവിടെ കാണാം. സംസ്കൃത ഗ്രാമറിന്റെ ഒരു അദ്ദേഹത്തിന്റെ കൈയക്ഷരം കാണാം. അദ്ദേഹത്തിന്റെ കൈയക്ഷരമാണ് ഇത്. റോമിലുള്ള ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അർണോസ് പാതിരി എഴുതിയ മലയാള വ്യാകരണം. ഇത് റോമിലുള്ള ലൈബ്രറിയിൽ നിന്ന് ഉള്ള അതിന്റെ കോപ്പിയാണ്. മലയാളം, പോർച്ചുഗീസ് നിഘണ്ടു. ഇതാണ് വിശ്വപ്രസിദ്ധമായ പുത്തൻപാന. അതുപോലെ ഇത് അർണോസ് പാതിരിയുടെ കാവ്യങ്ങളുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പതിപ്പാണ്. അച്ഛാ, ഇവിടെ വേലൂരിനെ കുറിച്ചൊക്കെ എഴുതിയേക്കുന്നത് കണ്ടു. അർണോസ് പാതിരിയും വേലൂരും തമ്മിലുള്ള ഒരു ബന്ധം. ഈ വേലൂര് ഞങ്ങൾ ഹെറിറ്റേജ് ബൈറ്റ്സ് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു രുചിയും കൂടെ സമ്മാനിക്കണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. വേലൂരിന്റെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു വശം ഇവിടുത്തെ ചെങ്ങാലിക്കൊടൻ പഴം എന്ന് പറയുന്ന ഏത്തക്കൊലയാണ്. ചെങ്ങാലിക്കോടൻ എന്നാണ് പറയുന്നത്. വേലൂർ ദേശത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ഏത്തപ്പഴമാണത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കാഴ്ചക്കൊലയായിട്ട് സമർപ്പിക്കുന്നത്. അതിമനോഹരമാണ് അതിൻ്റെ നിറം. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് മനോഹരമായിട്ടുള്ള നിറവും അതിരുചിയുമുള്ള ഒരു ഇതാണ്. ചെങ്ങാഴി നമ്പ്യാരുടെ ദേശമാണല്ലോ ഇത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പാരമ്പര്യത്തിൽ കിട്ടിയ ഒരു വേലൂരിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭാവനയാണത്. അപ്പം നമ്മുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്തിലുള്ളൊരു ആഹാരം അല്ലെ, രുചിയുമായിട്ടാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. നമ്മളങ്ങനെ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം വിഭവം തേടി എത്തിയിരിക്കുന്നത് വേലൂർ പള്ളിക്ക് തൊട്ടടുത്ത് നമ്മുടെ ജൂലിയാനിയുടെ വീട്ടിലാണ്. ജൂലിയാനി, നമസ്കാരം. ഹെറിറ്റേജ് വൈസിലേക്ക്. ഓക്കെ, നമ്മുടെ ഈ മുമ്പിരിക്കുന്ന ആണല്ലേ ചെങ്ങാലിക്കോടൻ. അപ്പൊ ജോർജ് അച്ഛനും ഒക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ തന്നെ ഈ മണ്ണിൽ തന്നെ വിളയുന്ന ഒരു നേന്ത്രപ്പഴമാണ് അല്ലേ. അപ്പം ഈ അർണോസ് പാതിരിക്ക് ഇത് കഴിച്ചു കാണും അല്ലേ? ആ സമയത്തും ഈ ചെങ്ങാലിക്കോടൻ ഇവിടെ കാണാം അല്ലേ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? പ്രത്യേകത, നമ്മള് നമ്പ്യാന്മാരുടെ പറമ്പില് വെട്ടുകല്ലിന്റെ പൊടി, ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നേന്ത്രപ്പഴം കന്നുണ്ടാക്കിയിട്ട് വാഴ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നല്ല സ്വാദും നല്ല രുചിയുള്ള ഒരു പഴമാണ് ചെങ്ങാലിക്കോടൻ. മറ്റേ മറുനാടുകളിൽ നിന്ന് വരുന്ന പഴത്തിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ചെങ്ങാലിക്കോടന് അതിഗംഭീരമായ ടേസ്റ്റ് ആണ്. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അതൊക്കെ ഉണ്ട് ചെങ്ങാലിക്കോടൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ രുചി തേടിയാണല്ലോ. അപ്പൊ നമുക്ക് ഈ ചെങ്ങാലിക്കോടന്റെ രുചി ഒന്ന് അറിയണം. എന്തോ ഇത് ഉണ്ടാക്കുന്നത്?
ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ചങ്ങാലിക്കോടൻ കൊണ്ട് പഴംപൊരിയാണ് ഉണ്ടാക്കണേ. അതിൽ നമ്മൾ മൈദ എടുത്ത് അതിൽ കുറച്ച് ജീരകം, ചെറിയതായിട്ട് പഞ്ചസാര, കുറച്ച് 2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നുള്ള് ഉപ്പ്, അങ്ങനെയാണ് നമ്മൾ ഇത് ഇതാക്കുന്നത്. ഒരു ഗ്ലാസ് മൈദ ഇട്ട് കഴിഞ്ഞതാവും. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, ഒരു ടേസ്റ്റും ക്രിസ്പി ഒക്കെ ഉണ്ടാവും. ഗോതമ്പ് കൊണ്ട് വേറെ ഉണ്ടാക്കാം. അപ്പൊ ചെങ്ങാലിക്കോടൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല നീളത്തില്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഇത് എണ്ണ വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം തുടങ്ങിയേക്കാം. അങ്ങ് തുടങ്ങാം. ശരി. ഏകദേശം എത്ര വെളിച്ചെണ്ണ ഇതുണ്ട്? ഇപ്പൊ ഒരു 1/2 കിലോ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുരിഞ്ഞിട്ട് അത് ചൂടായി വരുമ്പോ നമ്മള് ഇത് മാവില് മുക്കി ഇടുക. നമ്മളതിൽ മുക്കിയിടാം. ചെങ്ങാലിക്കോടൻ എന്ന് അറിയട്ടെ, എന്താണ് ചെങ്ങാലിക്കോടൻ ഇത്ര സ്പെഷ്യാലിറ്റി പറയുന്നത് അല്ലേ? അതെ. ഏകദേശം എങ്ങനെ മുരിഞ്ഞു വരണം ഇത്? അതൊരു ബ്രൗൺ, അങ്ങനെ ഒരു മഞ്ഞ ബ്രൗൺ ആയി വരുന്നേക്കാളും മുന്നേ എടുക്കണം. മറിച്ചും തിരിച്ചിടാൻ എടുക്കാറായിട്ടുണ്ട്. പൊരിഞ്ഞ് നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. പാത്രം കൊണ്ട് ഇവിടെ റെഡിയാണ്. മീനിന്റെ പാത്രം. ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം പഴംപൊരി കഴിച്ചു നോക്കാം അല്ലേ? ഇങ്ങനെ കഴിക്കട്ടെ. കടിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂടായിരിക്കും. ആ ചൂടോടെ ഇറക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ കഴിക്കണം. നല്ല മധുരം ഉണ്ടല്ലേ ഈ നേന്ത്രപ്പഴത്തിന്? നല്ല മധുരമാണ്. നല്ല മധുരമാണ്. എനിക്ക് തോന്നുന്നു മൈദയൊക്കെ ഇതിന്റെ സൈഡിൽ നിൽക്കത്തേ ഉള്ളൂ. ഈ പഴത്തിന്റെ ടേസ്റ്റ് മറ്റൊന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള പഴം നേന്ത്രപ്പഴങ്ങളൊക്കെ വരും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചെങ്ങാലിക്കോടൻ വാങ്ങിച്ച് അത് വേലൂരേ കിട്ടും അല്ലെ? വേലൂരും തൃശ്ശൂരിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വരാറില്ല. അപ്പൊ പോയി വാങ്ങിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത്തക്ക കൊണ്ട് ഏത്തപ്പഴം കൊണ്ട് എന്തൊക്കെ പരിപാടി ചെയ്യാമോ അതൊക്കെ ചെയ്യുക. എന്തായാലും ജൂലി ആന്റി, താങ്ക് യു. ഞങ്ങക്ക് ചെങ്ങാലിക്കോടൻ ഈ നേന്ത്രപ്പഴം കൊണ്ട് ഈ നല്ല ഒരു രുചി, നല്ല രുചിയാണ് കേട്ടോ. നല്ല മധുരമാണ് അതിന്. നന്നായിട്ട് പഴുത്തതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം മഹാകവി, മലയാള സാഹിത്യ ലോകത്തിന് സംഭാവന നൽകിയ, നമ്മുടെ ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയേണ്ട അർണോസ് പാതിരിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഈ വേലൂർ പള്ളിയെ കുറിച്ച് അറിഞ്ഞു, വേലൂരിനെ കുറിച്ച് അറിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ജൂലി ആന്റി നമുക്ക് സമ്മാനിച്ച നമ്മുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്തെയും നമ്മൾ രുചിച്ചറിഞ്ഞു. അപ്പൊ സന്തോഷമായി വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുവിട്ടാൽ അതുവരേക്കും നന്ദി, നമസ്കാരം.